വീടിന്റെ ടെറസിൽ 2 മാസം മുൻപ് ആരംഭിച്ച പച്ചക്കറി കൃഷിയിൽ 100 മേനി കൊയ്ത് തവനൂരിലെ ആസിയ. തക്കാളിയും പച്ചമുളകും അടക്കമുള്ള പച്ചക്കറികൾ ആസിയയുടെ ടെറസിലുണ്ട്. പച്ചക്കറി കൃഷിക്കു പുറമെ പൂച്ചെടി വളർത്തലും ആസിയയുടെ ഹോബിയാണ്. വിളവെടുപ്പ് KT ജലീൽ MLA നിർവഹിച്ചു. കൃഷി ചെയ്യാൻ മാത്രം വീട്ടുവളപ്പിൽ സ്ഥലമില്ലാത്തതിനാൽ ടെറസിന് മുകളിലേക്ക് കയറേണ്ടി വന്ന ആസിയയ്ക്ക് പക്ഷേ നിരാശപ്പെടേണ്ടി വന്നില്ല. 100 മേനി വിളവ് തന്നെ കൊയ്തു. വഴുതനങ്ങയും തക്കാളിയും പച്ചമുളകുമൊക്കെ ആസിയയുടെ വീടിന്റെ ടെറസിൽ ഇപ്പോൾ നിറഞ്ഞു കായ്ച്ചു നിൽക്കുന്നുണ്ട്. 2 മാസം മുൻപാണ് അടുക്കളത്തോട്ടമുണ്ടാക്കുന്ന ചിന്തയിൽ തവനൂർ അതളൂരിലെ മേലെപീടിയക്കൽ ആസിയ ടെറസിന് മുകളിലേക്ക് കയറുന്നത്. 2 മാസത്തെ അധ്വാനം കൊണ്ട് പൊന്നു വിളയിച്ചു. ഡോക്ടർ KT ജലീൽ MLA വിളവെടുപ്പും നിർവഹിച്ചു. അങ്ങനെ വീടിൻ്റെ ഒരു പരിസരം തന്നെ മറ്റൊരു തരത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം ടെറസ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് കൃഷി എങ്ങനെ നടത്താം. പല സിനിമകളിലും നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യമാണ്, കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്, സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തതാണ് എന്നൊക്കെയാണ് പലരും കരുതുക. അങ്ങനെയല്ല, സിനിമയ്ക്ക് വേണ്ടി മാത്രം സെറ്റ് ചെയ്യുന്നതല്ല, ഇത്തരത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമാണ് ആസിയയുടെ ഈ വീടും പരിസരവും. ഇത് 6.25 സെന്റിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. സ്ഥലമില്ലാത്തത് കാരണമാണ് ടെറസിന് മുകളിൽ 2 മാസം മുൻപ് കൃഷി ആരംഭിച്ചത്. ഭർത്താവ് റസാഖ് ഹാജി ആസിയയ്ക്ക് ശക്തമായ പിന്തുണയുമായി രംഗത്തുണ്ട്. പഞ്ചായത്തിന്റെ പച്ചക്കറി വികസന പദ്ധതി പ്രകാരം റെയിൻ ഷെൽട്ടറും ടെറസിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പച്ചക്കറിക്ക് പുറമെ പൂച്ചെടികളോടും ഇഷ്ടം കൂടിയ ആസിയ 2 വർഷം മുൻപേ തന്നെ വീടിനു മുകളിലും പരിസരത്തും വിവിധ തരം പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ച് പരിസരം സൗന്ദര്യവത്കരിച്ചിരുന്നു. ആസിയയെ KT ജലീൽ MLA ഉപഹാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CP നസീർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TV ശിവദാസ്, കൃഷി ഓഫീസർ P തസ്നീം, സീനിയർ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് C ഗിരീഷ് എന്നിവർ വിളവെടുപ്പിൽ പങ്കെടുത്തു. കേരള വിഷൻ, തവനൂർ.